ആടുജീവിതം ഇന്റർവ്യൂ അനാലിസിസ് അഥവാ റിയൽ നജീബിനെ റിയൽ നജീബ് ഇന്റർവ്യൂ ചെയ്യുന്നതിന്റെ അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിന് വെറും ഇന്റർവ്യൂ എന്ന് മാത്രം പറയാൻ കഴിയില്ല. കാരണം ഇത് കേട്ടിരുന്നവരുടെ മനസ്സ് നിറഞ്ഞു, കണ്ടിരുന്നവരുടെ കണ്ണ് നിറഞ്ഞു. ഇന്റർവ്യൂ ചെയ്യുന്ന പൃഥ്വിരാജിന്റെ ചോദ്യങ്ങളാകട്ടെ 100% ഹൃദയത്തിൽ തട്ടിയുള്ള ചോദ്യങ്ങൾ. ചോദ്യങ്ങൾക്കിടയിൽ അദ്ദേഹം കരയുന്നുണ്ടോ എന്ന് പോലും തോന്നിപ്പോകും. അത് വെറും തോന്നലല്ല, കാരണം അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ കലങ്ങിയിട്ടുണ്ട്. മൂക്കടഞ്ഞിരിക്കുന്ന ശബ്ദത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഓരോ ചോദ്യം ചോദിക്കുമ്പോഴും ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഉള്ളു നീറുന്നത് നമുക്ക് അറിയാൻ സാധിക്കും. ഇനി ചോദ്യങ്ങളെ നമുക്കൊരിക്കലും ചോദ്യങ്ങൾ എന്ന് പറയുവാനും സാധിക്കില്ല. കാരണം ഓരോ ചോദ്യങ്ങളും അനുഭവങ്ങൾ പങ്കുവയ്ക്കലുകൾ ആയിരുന്നു. യഥാർത്ഥ നജീബ് 3 കൊല്ലക്കാലം അനുഭവിച്ചത് മുഴുവൻ മനസ്സിൽ ആവാഹിച്ച് ആ വേദനകൾ സ്വന്തം വേദനകളാക്കിയ പൃഥ്വിരാജ് താൻ പരകായ പ്രവേശം നടത്തിയ ആ പച്ചയായ മനുഷ്യന് മുന്നിൽ താൻ ആരുമല്ലാതായി നിൽക്കുന്ന കാഴ്ച കൂടി കാണുകയാണ് ഈ ഇൻ്റർവ്യൂവിൽ നമ്മൾ. ഈ അഭിമുഖത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആടുജീവിതം എന്ന സിനിമ അഥവാ നജീബ് എന്ന മനുഷ്യൻ്റെ അനുഭവങ്ങൾ പൃഥ്വിരാജ് എന്ന വ്യക്തിയുടെ ലോകത്തോടുള്ള കാഴ്ചപ്പാട് തന്നെ മാറ്റി എന്നതാണ്. ഏകദേശം 20 വർഷങ്ങൾക്ക് മുമ്പ് പൃഥ്വിരാജ് ശ്രീകണ്ഠൻ നായർ സാറിന് കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം 100% മതവിശ്വാസി അല്ല എന്നും മതം എന്ന സിസ്റ്റത്തിന്റെ ശാസ്ത്രീയ വശങ്ങളെ പറ്റിയും സംസാരിക്കുന്നുണ്ട്. 0% വിശ്വാസമുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്, അതാണ് മതം. എനിക്ക് മതത്തിൽ വിശ്വാസമില്ല. എന്നാൽ ആടുജീവിതത്തിന് ശേഷം യഥാർത്ഥ നജീബുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം കൂടെ ഉച്ചരിക്കുന്ന വാക്ക് ദൈവം എന്നതാണ്. ഇതെല്ലാം ദൈവത്തിൻ്റെ നിയോഗം ആണെന്നും നജീബ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണെന്നും അദ്ദേഹം നിറഞ്ഞ കണ്ണുകളോടെ ഇടറിയ ശബ്ദത്തോടെ പലയാവർത്തി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നജീബ് എന്ന മനുഷ്യൻ ആടുജീവിതം എന്ന കഥയിലൂടെ പൃഥ്വിരാജ് എന്ന പോപ്പുലറായ മനുഷ്യനെ ഇത്രയും ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കഥയ്ക്കും ആ മനുഷ്യനും ലോകത്തെ തന്നെ സ്നേഹത്തിൻ്റെയും പ്രതീക്ഷയുടെയും പാതയിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നത് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതുതന്നെയാണ് ആടുജീവിതം എന്ന കഥയ്ക്ക് ലോകോത്തരമായി ഇത്രയും പോപ്പുലാരിറ്റി കിട്ടാൻ കാരണമായതും. പൃഥ്വിരാജ് പറയുന്ന മറ്റൊരു കാര്യം, ഈ സിനിമയുടെ ഷൂട്ടിങ്ങിനായി അദ്ദേഹം അനുഭവിച്ച കഷ്ടപ്പാടുകൾ ഭീകരമാണ്. എന്നാൽ നജീബ് എന്ന മനുഷ്യൻ ഒരു പ്രതീക്ഷകളും ഇല്ലാതെ ഇതെല്ലാം അനുഭവിച്ചു എന്നോർക്കുമ്പോൾ താൻ അനുഭവിക്കുന്നതൊന്നുമല്ലെന്നും താനടക്കം എല്ലാവരും പ്രയത്നിക്കുന്നത് നജീബ് പച്ചയ്ക്ക് മരുഭൂമിയിൽ അനുഭവിച്ചത് ജനങ്ങളിൽ എത്തിക്കുക എന്ന നിയോഗം നിറവേറ്റാനാണെന്നും നജീബ് ജീവിതത്തിൽ അനുഭവിച്ചത് വെച്ച് നോക്കുമ്പോൾ ഈ കഷ്ടതകൾ ഒന്നുമല്ല, അതുകൊണ്ട് തന്നെ നജീബിൻ്റെ കഥ ജനങ്ങളിലേക്ക് എത്തിക്കാൻ തന്നെക്കൊണ്ട് പറ്റാവുന്നത്ര ചെയ്യാനും സാധിച്ചു എന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ ഈ ഇൻ്റർവ്യൂവിൽ മുഴുവൻ പൃഥ്വിരാജ് നജീബിനെ കാണുന്നത് അല്ലെങ്കിൽ പറയുന്നത് ഒരു ദൈവനിയോഗമുള്ള മനുഷ്യനായിട്ടാണ്. ചിലപ്പോൾ പൃഥ്വിരാജ് എന്ന മനുഷ്യന് ജീവിത യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി പുതിയൊരു മനുഷ്യനായി മാറ്റം സംഭവിച്ചതിനാലായിരിക്കാം അദ്ദേഹം ഇങ്ങനെ പറയുന്നത്. പൃഥ്വിരാജിന് മാത്രമല്ല, സാധാരണക്കാരായ നമുക്കും ഈ കഥയും നജീബ് എന്ന ദൈവനിയോഗമുള്ള മനുഷ്യനും ഒരു വഴികാട്ടിയാണ്. ഒരിക്കലും രക്ഷപ്പെടാനാകില്ലെന്ന് കരുതുന്ന ജീവിത മരുഭൂമികളിൽ നിന്നും അങ്ങകലെ പുതുമഴ പെയ്യുന്ന മണ്ണിലേക്ക് എത്താനുള്ള പ്രതീക്ഷകൾ നൽകുന്ന ദൈവം തിരഞ്ഞെടുത്ത ജീവിച്ചിരിക്കുന്ന ഉദാഹരണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.